അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബുൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഇന്നത്തെ റെസിപ്പി ഒരു സൈഡ് ഡിഷാണ്. നമുക്ക് പൂരീൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തീൻ്റെ കൂടെ നെയ്പ്പത്തിൽ വാട്ടിപ്പത്തിൽ ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഒരുപാട് ഗ്രേവിയൊന്നും ഇല്ലാത്ത നല്ല അടിപൊളിയായിട്ടുള്ള മുട്ട റോസ്റ്റാണ് ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. തവ ഫ്രൈ എഗ് റോസ്റ്റാണ് ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുവിധം എല്ലാ വീട്ടിലുണ്ടാകുന്നൊരു സംഗതി തന്നെയാണ്. പെട്ടെന്ന് രാവിലെ തന്നെ നമുക്കൊരു കറി ഉണ്ടാവില്ല. തലേന്നത്തെ കറി പോലും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പം ഈ പൂരീൻ്റെ കൂടെയോ ചപ്പാത്തീൻ്റെ കൂടെയോ ഒക്കെ എന്തെങ്കിലും ഒരു കറി വേണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരുപാട് സമയവും ഇല്ല. കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ റെഡിയാവുകയും ചെയ്യണം എന്നുള്ളൊരു സമയത്ത്, സമയം ഇല്ലാത്തൊരു സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള മുട്ട റോസ്റ്റാണിത്. പിന്നെ അതുപോലെ തന്നെ പ്രവാസികളായിട്ടുള്ള ബാച്ചിലേഴ്സ് ഉണ്ടാവുമല്ലോ ഈ കുക്ക് ചെയ്യുന്ന, അവർക്കും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 മുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആദ്യം ഒന്ന് തവയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പം ഈ ഒരു മുട്ടയായിട്ട് തന്നെ ഫ്രൈ ചെയ്യാം, അതല്ലെങ്കിൽ ഒരു മുട്ടനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പം ആദ്യം മുട്ട ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഉപ്പും മുളകൊക്കെ ഉള്ളിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൊരിച്ചെടുക്കുമ്പം മുട്ടൻ്റെ മഞ്ഞയൊക്കെ അങ്ങ് പുറത്ത് പോയി പോകും. അങ്ങനെ മുട്ടയൊക്കെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ചെറിയൊരു മസാലക്കൂട്ട് ഉണ്ടാക്കാം. ഒരു ബൗളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല. മിക്സാക്കിയിട്ട് നമുക്ക് മുട്ട ഒന്ന് പുരട്ടിയെടുക്കുമ്പോൾ തന്നെ, മുട്ടയിലേക്ക് ഈ ഒരു മിക്സ് പുരട്ടിയെടുക്കുമ്പോൾ തന്നെ ഒന്നങ്ങ് നന്നായിട്ട് കോട്ടായി കിട്ടണം. അത്രേ വേണ്ടുള്ളൂ. മുട്ടയിലേക്ക് ഇപ്പം മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഒരുപാടൊന്നും മുളക് ഞാൻ ഇട്ടിട്ടില്ല. ഇനി മുളക് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ മുളകിട്ടൊരു നല്ലൊരു പേസ്റ്റാക്കി എടുത്തിട്ട് പുരട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഈ മുട്ട നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഇരുമ്പ് തവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് ചൂടായി വന്നാൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 4-5 ടേബിൾ സ്പൂൺ ഓയിൽ. ആ മുട്ടയൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കണക്കായിട്ട് കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഓരോ മുട്ടയും ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിപ്പം ഒരു മുട്ടയായിട്ട് ഇടുന്നില്ല, അതിനെ ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാ ഭാഗത്തും നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പം കാണാനൊരു രസവും ഉണ്ടാവും. അങ്ങനെ ഞാനിപ്പം ഓരോ മുട്ടയും ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ചൂടായി വന്ന എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 ഭാഗവും നന്നായിട്ട് എന്താ ചെയ്യേണ്ടത്, ഒന്ന് മൊരിച്ചെടുക്കണം. ആ മുട്ടൻ്റെ വെള്ളമൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പം ചെറുതായിട്ട് കളറൊക്കെ മാറി വരും. ഒരു നല്ലൊരു ബ്രൗണിഷ് കളറായിട്ട് വരും. ഇനി ഇത് എല്ലാ ഭാഗവും നന്നായി മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഞാനിപ്പം മസാലപ്പൊടികളൊന്നും ഒരുപാട് എടുത്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കണം എന്നുള്ളതിൽ മാത്രം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടൊരു പറയുക ഒരു കോട്ടിങ്ങോട് കൂടിയിട്ട് ഇത് പൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കോൺഫ്ലവറും കൂടി എടുത്തിട്ട് മുട്ട ഒന്ന് അതിലേക്ക് മുക്കിയിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ കോട്ടിങ്ങോട് കൂടിയിട്ട് പൊരിഞ്ഞു കിട്ടും. അങ്ങനെ ഇപ്പോൾ മുട്ട നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി വന്നപ്പം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ മുട്ട ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ എടുക്കാം. ഞാനിപ്പോൾ അതെടുത്തിട്ടില്ല, കാരണം അതിൽ നിന്ന് എന്താ പറയുക ഒരു പത വരും. മുട്ട എന്തായാലും പൊരിച്ചെടുത്തത് കൊണ്ട് പത വന്നുകൊണ്ടേയിരിക്കും. ഇനിയിപ്പം ചൂടായ ഓയിലിലേക്ക് നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് വേണം നമ്മൾ പച്ചമുളക് ഇടാൻ. ഞാനിപ്പം 2 ഇട്ടിട്ടുണ്ട്. കൂടുതൽ എരിവാകുന്നുണ്ടെങ്കിൽ 1 ഇട്ടാലും മതി. ഇനി ഇതിലേക്കൊരു സവാള നേർമയായി കൊത്തി അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് എണ്ണയിൽ വഴറ്റിയെടുക്കണം. സവാള അത്യാവശ്യം ഒന്ന് നന്നായി വഴന്നിട്ടൊന്ന് എന്താ പറയുക ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഈ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം. ഈ ഒരു ഇൻഡക്ഷൻ കുക്കറിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ തീ കൂട്ടാനോ കുറക്കാനോ ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തീ കൂടിക്കഴിഞ്ഞാൽ തനിയെ അങ്ങ് ഓഫായി പോകും. അപ്പോൾ കരിഞ്ഞു പോകും എന്നുള്ള ആ ഒരു ടെൻഷനും വേണ്ട. ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് ഈ ഉള്ളി വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള അത്യാവശ്യത്തിനൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ അരിഞ്ഞിട്ടിട്ട് കൊടുത്താലും മതി. ഒരു 4-5 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്നങ്ങ് ചതച്ചിട്ടോ അല്ലെങ്കിൽ അരിഞ്ഞിട്ടോ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പം ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടിയും 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം.
അപ്പം മല്ലിപ്പൊടി കുറച്ച് അധികം ചേർത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് ആദ്യം ഈ ഒരു പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മാളിച്ചെടുക്കണം. അപ്പം എണ്ണയിൽ ഇങ്ങനെ മാളിച്ചെടുക്കുമ്പം ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പം നല്ലൊരു മണമൊക്കെ വരും. ആ ഒരു പച്ച മണമൊക്കെ മാറി വരുമ്പം പിന്നെ എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുത്താൽ മതി. ഇങ്ങനെ ഉള്ളിയിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുത്തിട്ട് പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുമ്പം ആ കറിക്ക് വേറൊരു ടേസ്റ്റ് ഉണ്ടാവും. സാധാരണ നമ്മൾ തക്കാളി ഉള്ളി ഒരുമിച്ച് വഴറ്റിയെടുത്തിട്ട് പൊടികൾ ചേർക്കുന്നതും ഇതും വേറെ തന്നെ ഒരു മാറ്റം ഉണ്ടാവും. അങ്ങനെ ഇപ്പം പൊടികളും ഉള്ളിയൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. എല്ലാം കൂടെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് ചേർത്തത്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയെടുക്കാം. ഇനി ഈ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. ഈ ഒരു കറിയിൽ തക്കാളി ഉടഞ്ഞ് കിട്ടിയാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ആ ഒരു പുളിപ്പൊക്കെ ഇറങ്ങി വരുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നങ്ങ് അടച്ച് വെക്കാം. അപ്പം കുറേ സമയമൊന്നും അടച്ചു വെക്കണ്ട, കാരണം നമ്മളിത് വെള്ളം ഇല്ലാണ്ട് വെച്ചതല്ലേ, അപ്പോൾ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നോ രണ്ടോ മിനിറ്റ് അങ്ങനെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് വീണ്ടും ഒന്ന് തുറന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാനും പിന്നെ തക്കാളിയും ഉള്ളിയും ഒന്നുകൂടെ ഒന്ന് ഉടഞ്ഞ് വരാനായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് വീണ്ടും ഒരു 1-2 മിനിറ്റ് അടച്ച് വെക്കാം. അപ്പം ഞാനിപ്പോൾ ഇത് ഒരുപാടങ്ങ് ഗ്രേവി ആയിട്ട് എടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ചധികം തക്കാളി ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു എന്താ പറയുക, മുട്ടയൊക്കെ ഒന്ന് കോട്ടായിട്ട് കിട്ടാൻ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാത്രമുള്ള ഗ്രേവി മാത്രമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇപ്പോൾ 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ മൂടി തുറന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സത്തൊക്കെ ഈ ഒരു ഗ്രേവിയിൽ ഇറങ്ങും, നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇനി എല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലാണ് ഇത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നന്നായി ഒന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് ആ ഒരു ഗ്രേവി ഇപ്പോൾ കണ്ടോ നന്നായി വറ്റി വറ്റി വരുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്താ പറയുക, ഒരു 1/2 ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇതിലേക്ക് നമ്മൾ ചൂടാക്കിയ ഇതിലേക്ക് ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താ പറയുക, ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റ് അങ്ങ് വന്നു പോകും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എരിവ് നോക്കിയിട്ടാണ് കുരുമുളക് പൊടി ചേർക്കേണ്ടത്, കാരണം നമ്മൾ മുളക് പൊടി ഇട്ടതാണ്, പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും ചേർത്തതാണ്. അപ്പോൾ അതൊക്കെ ബാലൻസ് ചെയ്തിട്ട് വേണം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാൻ. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് നന്നായി മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരാനായിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ഏകദേശം തിക്കായിട്ടുണ്ട്, നല്ലൊരു ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കുക. അപ്പം ഗ്രേവി ഏകദേശം ഒന്ന് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊരിച്ച മുട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ആ മുട്ടൻ്റെ മണവും സത്തും ഒക്കെ ഈ ഒരു ഗ്രേവിയിൽ പിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെക്കാം. അപ്പോഴേക്കും മുട്ടയും മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. അങ്ങനെ ഞാനിപ്പം മുട്ടയെല്ലാം ഈ ഒരു മസാലയിൽ അങ്ങ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കയ്യിൽ കൊണ്ട് ഇളക്കാനൊന്നും പറ്റില്ല, കാരണം ആ മുട്ട പിന്നെ മഞ്ഞയൊക്കെ അങ്ങ് ഉടഞ്ഞു പോകും. കാരണം ഒന്നാമത് ഇത് കട്ട് ചെയ്ത മുട്ടയാണല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് ഈ ഒരു ഗ്രേവി ആ മുട്ടയുടെ മുകളിലൊക്കെ ഒന്നങ്ങ് ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചിട്ട് വെക്കുക. അപ്പോഴേക്കും മുട്ടയിലുള്ള ആ ഒരു ടേസ്റ്റൊക്കെ നമ്മുടെ ഈ ഗ്രേവിയിൽ ഇറങ്ങി വന്നോളും. അങ്ങനെ മുട്ടയിലേക്ക് ഞാനിപ്പോൾ മസാലയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും അതുപോലെ തന്നെ മല്ലിയില അരിഞ്ഞതും കൂടെ അങ്ങ് വിതറി കൊടുക്കാം. എന്നിട്ടൊരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിത് അടച്ചു വെക്കാം. അങ്ങനെ ഇപ്പം വെരി ലോ ഫ്ലെയിമിൽ ഞാൻ അടച്ചു വെച്ചിട്ടൊരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. നമ്മുടെ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ടുമ്പോൾ ഒന്നങ്ങ് ശ്രദ്ധിക്കണം. അപ്പോൾ മഞ്ഞയൊന്നും അടർന്നു പോകാണ്ട് ശ്രദ്ധിക്കണം. പിന്നെ എല്ലാം കൂടെ വന്നിട്ടുള്ള ആ ഒരു ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ലൊരു മണമൊക്കെ ഉണ്ട്. അപ്പം ഞാനിപ്പം ഒരുപാട് ഗ്രേവി ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഇനി കൂടുതലായിട്ട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഉള്ളീൻ്റെയും തക്കാളീൻ്റെയൊക്കെ അളവ് കുറച്ച് കൂട്ടിയാൽ മതി. ഇനി എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടോടെ ഇത് സെർവ് ചെയ്യാം. അപ്പം ഞാനിപ്പം ചപ്പാത്തീൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ചപ്പാത്തീൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തവ ഫ്രൈഡ് എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് തിന്നോളൂ, നല്ല ടേസ്റ്റിയാണ്.
എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ചും തീരെ സമയമില്ലാത്ത സമയത്ത് ഒരു 5-10 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം ചപ്പാത്തീൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്, പൂരീൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ എന്താ പറയുക, സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ആയാലും ഇത് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും ഇഷ്ടമാകും. പിന്നെ മുട്ട തിന്നാത്തവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മുട്ടയും അങ്ങ് തിന്നോളും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫാമിലീസിനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ. ബൈ. താങ്ക് യു.